ജേക്കബ്, യുവർ വേക്കപ്പ്. നിങ്ങളിപ്പോൾ ഉണരുകയാണ്. ഉണരൂ, ഉണരൂ, ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. ഈ നഗരത്തിന് എന്ത് സംഭവിച്ചു? തരകമേ, നിനക്കെന്ത് സംഭവിച്ചു? സാറ് കേന്ദ്രം കൊണ്ട് പരസ്യം പറഞ്ഞ് കളിക്കുകയല്ലായിരുന്ന? ഇവിടെ പരസ്യം പറഞ്ഞു കളിച്ചതല്ല, പിന്നെ ഓൺലൈൻ വഴി ഞാൻ എന്റെ തന്നെ സൈക്കാട്രിസം പഠിപ്പിച്ചോണ്ടിരിക്കേ. എന്ത് കാര്യത്തിന്? ഇവിടെ പുറത്തു പോകണമെങ്കിലേ ഇതിന്റെ കോഴ്സുകളൊക്കെ പാസ്സാവണമെന്ന്. അതൊക്കെ പോട്ടെ, ആരും മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നാ പറ. ഞാൻ 4 കെട്ടി മുരളി. നീ 4 കെട്ടിൽ മുള്ളോ പെരക്കാത്തിട്ട് ദൂരോ എന്തു വേണമെങ്കിലും ചെയ്തു. നീ കേറിയിട്ടാണ് അവിടെ ടോക്കൺ എടുത്തിട്ടാണ് ഇവിടെ കേറിയത്. ടോക്കൺ എടുത്തിട്ട് കേറി കാണാനായിട്ട് സാർ എന്നാ ചില്ലും കൂട്ടി കിടക്കണ കൊരങ്ങനാണോ? എടാ അതല്ല, പിന്നെ? എന്നെ കാണണമെങ്കിൽ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കാണ്ട് തന്നെ സാർ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ. എന്നാ നിനക്ക് ടോക്കൺ വേണ്ട. ഞാൻ 4 ദിവസം മുമ്പേ വിളിച്ചായിരുന്നു. നീ 4 ദിവസം മുമ്പേ വിളിച്ചെങ്കിൽ ഇഞ്ചി 8 ദിവസം ചെന്നൈക്ക് വിളിക്കാം. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്റെ സാറെ ഫോണിലേക്കാ വിളിച്ചുകൊണ്ടായിരുന്നത്. ഫോണിൽ വിളിച്ചേ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഹലോ എന്ന് പറഞ്ഞു. വന്നേ. ഹലോക്ക് പകരം സലാന്ന് പറയാൻ നീ ചിട്ടിയാണോ വിളിച്ചേ? ഫോണല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ എന്ന് വരാൻ പറഞ്ഞേ? ഇന്ന് വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞേ? അന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞിട്ട് നീ ഇന്നാണോ വരുന്നേ? ഇന്ന് വരാൻ പറഞ്ഞ എനിക്കിനി അന്ന് വരാൻ പറ്റുമോ? എന്നായാലും നീ വന്നല്ല. നീ വരുമ്പോ ഒറ്റക്ക് വരാനല്ലേ പറഞ്ഞു? നീ കുറെ ദുരാത്മാക്കളെ കൂട്ടി വന്ന എന്തിനാ? ആത്മാക്കൾ എന്റെ കൂട്ടത്തിലുണ്ടാ? പിന്നെ എന്റെ സാറേ, എന്നാ എന്റെ കൂട്ടത്തിൽ നടക്കുന്ന ആത്മാക്കൾ ആരൊക്കെ എന്ന് പറയാവാ? ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിന്നാലും ഒച്ചപ്പാടും ബഹളം കൊടുത്താൽ എങ്ങനെ? അതെ, സാറ് പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ വരി വരിയായിട്ട് നിക്ക്. ഇവിടെ വരി വരിയായിട്ട് നിൽക്കാൻ അവിടെ അക്ഷയുടെ വാദിക്ക് ആധാർ ഉതുക്കാൻ വന്നവരല്ല. ഞാൻ വളഞ്ഞോളാം. ഫസ്റ്റ് വന്നത് ആരാ? 4 കെട്ടിൽ ഭാർഗവൻ. വെള്ളിച്ചൻ. 4 കെട്ടിയത് ആള് തട്ടിപ്പോയി. വെള്ളിച്ചൻ വന്നിട്ടുണ്ട്. വെള്ളിച്ചൻ ഇങ്ങോട്ട് പോരെ. ഒന്ന് ഒഴിച്ചോട്ടെ. വാ 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 വാ. വെള്ളിച്ചന് കൊടുത്തോട്ടാ. അയ്യോ വല്ലിച്ചാ, വല്ലിച്ചൻ അവിടെ സുഖത്തന്നെ അല്ലേ? പിന്നെ സുഖിച്ചു കഴിയാനായിട്ട് പുള്ളി അവിടെ യോയോ റൂം എടുത്ത് താമസിക്കല്ലേ. വല്ലിച്ചൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരണോ പോലെ. ഇതെന്നാ? അല്ല, വെള്ളിച്ചിന് വേണ്ടി ഞാനൊന്ന് ഡെപ്പ് ചെയ്തതാ. ഇനി ആരാ വന്നേക്കണമെന്ന് പറയാവാ? നെക്സ്റ്റ് കാരക്കൂട്ടിൽ ഏലിയാസ്. അവരിവിടെ വന്നാ? എന്റെ സാറെ ജീവിച്ചിട്ടപ്പോ വല്ലിച്ചിനെ പറ്റിച്ച് തിന്നു കുടിച്ച് നടന്നവനാ. ചത്തതിന് ശേഷം ഓസിന് കുടിക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. അടിച്ചടക്ക് സാറേ അവരാ. കേട്ടോടാ ഏലിയാസെ, നാണമുണ്ടോടാ നക്കി? ചത്താലും പണിയെടുത്ത് തിന്നൂല എന്നും പറഞ്ഞു കിടക്കുകയാണല്ലേ. ഇതിലും ഭേദം പോയി ചത്തൂടേടാ. ഏലിയാസെ, നീ പുറത്ത് അപ്രത്യക്ഷയോ? അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ലേ? അല്ലല്ലേ, എവിടെയെങ്കിലും പോയി അപ്രത്യക്ഷോ പോകാൻ പറഞ്ഞതാ. വെള്ളിച്ചൻ എവിടെയൊക്കെ ആത്മാക്കളായിട്ട് സംസാരിക്കുവാണോ? അല്ലല്ല, ഇയർവാൽസിന്റെ കംപ്ലൈന്റ് ഉണ്ടായിട്ട് വ്യായാമം ചെയ്യാൻ മറന്നു. അപ്പൊ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു പറയാമോ? അച്ഛനെ കൊണ്ട് ഭയങ്കര ശല്യമാന്നേ. അച്ഛൻ മണ്ണ് വഴിക്ക് കെണി വെച്ച് പിടിച്ചാലാ? കെണി വെച്ച് പിടിക്കാൻ എന്റെ അച്ഛനെ പെരിച്ചാഴിയാ. ശല്യം ഒന്ന് പറഞ്ഞു. അച്ഛൻ എണീറ്റ് നടക്കുന്നെന്ന്. എടാ, സ്വന്തം തന്ത എഴുന്നേറ്റ് കിടക്കുന്നതിന് പകരമായി നിനക്ക് നല്ല ഈഗോ ഉണ്ടല്ലോ. എണീറ്റോട്ടെ, നിനക്ക് തളർന്ന് കിടക്കണതാണോ ഇഷ്ടം? എന്റെ പാത്തത്താറാവേ, എന്തോ അച്ഛൻ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നെന്ന്. എടാ, കാല് കെട്ടിയിടണം. എന്റെ ദൈവമേ, കെട്ടിയിട്ട് എന്നിട്ടോ? എന്റെ പൊന്നടാവൂയ. അന്ന് വൈകുന്നേരം ഞാൻ നോക്കാൻ ഈ പുള്ളിക്കാരന്റെ കൈയും കുത്തി നടന്നു കൂടും. അപ്പൊ തന്നെ പിടിച്ചു വല്ല സർക്കസിൽ എപ്പിക്കണ്ടേ? അതല്ലെന്റെ പ്രശ്നം. അച്ഛനൊരു ലക്ഷ്യമില്ലാണ്ട് ഈ നടന്നു പോകുന്നു. എങ്ങട്? സാറ് കേക്കണം. കിഴക്കോറ താമസിക്കുന്ന ശാന്ത. ഈ ശാന്തയാണെങ്കിൽ ആണും തൂണൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ. ഈ ശാന്ത രാവിലെ തോട്ടിച്ചത് നോക്കിയപ്പോ എന്താ അച്ഛനൊരു ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നു. ആരാ പറഞ്ഞു നിന്റെ അച്ഛൻ ലക്ഷ്യമില്ലാതെ നടക്കണമെന്ന്? ലക്ഷ്യം വെച്ചിട്ട് തന്നെ നിന്റെ അച്ഛൻ നടക്കണത് അറിയാമോ? ഇതുപോലെ ഇന്നാളൊരു ദിവസം ഒന്നാം ഉത്സവമല്ല, ഇന്നാളൊരു ദിവസം വടക്കോറ താമസിക്കുന്ന രമണി. രമണി ശാന്തേനെ പോലെ തന്നെ ആണും തൂണും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നീയാണല്ലോ രാത്രി ഇറങ്ങി നടക്കേണ്ടത്. എന്താ ഈ കാണിക്കണേ? നാണം കൊണ്ട് കളം വരച്ചതാ. എന്നിട്ട് ഇത് വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ? കളം വരയ്ക്കണതാ? കള്ളം വരക്കണല്ല, കുളം കുഴിക്കണത്. നിന്റെ അച്ഛനെ വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ? സൈക്കാട്രിസ്റ്റ് സോമദാസിനെ കൊണ്ടുപോയി കാണിച്ചു. അവൻ വല്ല വിവരക്കാണ് പറഞ്ഞു സാറിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. അതൊരു വിവരക്കേടാണോ? ഞാൻ നിന്റെ വെള്ളിച്ചനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വെള്ളിച്ചന്റെ ആത്മാവ് പറഞ്ഞു വെച്ച് നോക്കുമ്പോ കള്ളും വെള്ളം വെച്ച് വീത് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. പണ്ട് കൊച്ചിയിൽ ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടത്തെ കൂടാതെ നിനക്ക് കൊച്ചിയിലും അച്ഛനുണ്ട്? അയ്യോ, കുഞ്ഞിന്നാളിലെ. അയ്യോ അതല്ല സാറേ, എന്റെ ചെറുപ്പത്തിലെ അതിൽ അച്ഛൻ സന്ധ്യ സമയം കഴിയാൻ നേരത്തെ ഇലയൊക്കെ ഇട്ടിട്ട്
കള്ള് കപ്പ ഇറച്ചി എല്ലാം കൂടി വീതി വെക്കും. എന്നിട്ട് ഞാനും അച്ഛനും കൂടി മാറി നിന്നങ്ങോട്ട് പ്രാർത്ഥിക്കും. എന്റെ സാറേ, ഈ സമയത്ത് ഒരു കറുത്ത രൂപം വന്നിട്ട് ഇതെല്ലാം കഴിക്കും. ഈ രൂപത്തെ നോക്കി അച്ഛനോട് ഡയലോഗ് പറയും, ചുമ്മാ ഒന്ന് തിന്നിട്ട് പോയാ പോരാ, ഈ കുടുംബത്തെ കാര്യം കൂടി അന്വേഷിക്കണമെന്ന്. പിന്നെ രായപ്പന്റെ വീട്ടിലെ കറുത്ത പട്ടിയല്ലേ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കണത്? നിന്നോടാണ് ഇവിടെ പറഞ്ഞത് പുറത്തു പോടാ. എടാ, നീ എവിടെ പോണ്? പുറത്തു പോകാൻ പറഞ്ഞു. നിന്നോടല്ല, ഏലിയാസ് ഓഫീസിൽ വന്നിട്ട് കൊഞ്ചലും കുത്തി ഇങ്ങോട്ട് നിന്നോട് ഇവിടെ നിക്കാനാണോ പറഞ്ഞേ? പുറത്തു പോകാൻ പറഞ്ഞില്ലേ? അവന്റെ കളി പറഞ്ഞു നിർത്തിയത്. പിന്നീന്ന് വന്ന് കുത്തനോടാ നാറി. നീ ആരെയും ചവിട്ടി കൂട്ടുന്നത്? ഏലിയാസ് ഇവിടെ നിന്റെ വെല്ലിച്ചതാ. പറവൂര് മാർക്കറ്റിൽ വന്ന് ചോദിച്ചാൽ മതി സൈക്കാട്രിസ്റ്റ് സണ്ണി ആരായിരുന്നു. നല്ല ഇടിയാനിടിക്കും. പിന്നെ വെല്ലച്ചിന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നീ വീട്ടിൽ പോയിട്ട് വീത് വെച്ചാൽ മതി. അപ്പൊ ഇനി ഒരു വർഷവും നടക്കില്ല. ഫോൺ വിളിച്ച് ഫീസിന്റെ 25,000 രൂപയല്ലേ? 1 രൂപ പോലും ഞാൻ കുറച്ചിട്ടില്ല സാറേ. ഫുൾ എമൗണ്ട് കൊണ്ട് ഒരു പോലും കുറയരുത്. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഇത് ഞാൻ തരൂല. അതല്ലെന്നേ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ചെയ്തല്ല. അഥവാ ഇനി അച്ഛൻ ഇതുപോലെ എണീറ്റ് നടന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നല്ല ചോദ്യം. 2500 ഉണ്ടാവും. എന്തിനാണ് എനിക്ക്? എടാ, നിന്റെ അച്ഛൻ കിടക്കുന്ന റൂമിന് വാതിലുണ്ടാ? ഇല്ല, സാരി തുണിയാ. ആ സാരി തുണി മാറ്റിയിട്ട് ഈ 2500 രൂപ കൊണ്ട് ഒരു കഥവും ഫ്രണ്ടിൽ നിന്ന് ഒരു കുളത്തും വെച്ചാ ഈ വിലകെട്ട കാർന്നൊരു ജന്മത്തെ തെറ്റ് നടക്കൂല. അത് ശരിയാണല്ല. അത് ശരിയാണല്ല, അതാണ് ശരി.